ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത് നമ്മൾ ആ വർക്ക് ഡണ്ണിൽ എത്തി നിൽക്കുകയായിരുന്നു. അപ്പം നമ്മളൊന്ന് റഫായിട്ട് എങ്ങനെയാണ് ആ വർക്ക് ഡൺ കിട്ടുന്നതെന്ന് പറഞ്ഞു. ബട്ട് എങ്കിൽ കൂടിയും അവിടെ നമ്മൾ ചില ടേംസുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആ ടേംസുകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് റിവേഴ്സിബിൾ എന്നായിരുന്നു, പിന്നെ ഞാൻ ഇറിവേഴ്സിബിൾ എന്നൊരു ടേം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, പിന്നീട് അങ്ങോട്ടേക്ക് വർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കാണുകയൊക്കെ ചെയ്തത്. ബട്ട് സ്റ്റിൽ എങ്കിൽ കൂടിയും there arise little bit of confusion regarding ആരെക്കുറിച്ചിട്ടാണ് ഈ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്കതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ഡിഫറൻസും ദെൻ വിൽ കം അഗെയിൻ വൺസ് അഗെയിൻ ടു ദ വർക്ക് ഡൺ. അതിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ് us see അപ്പോൾ എന്താണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ ഓൺ ദ ബോർഡ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഒരു സിലിണ്ടർ എടുത്തു വച്ചിരിക്കുകയാണ്. ഓക്കെ, ആ സിലിണ്ടറിൻ്റെ മുകളിലൊരു ഹോളോ ബ്രിക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ ഈ ഹോളോ ബ്രിക്ക് എടുത്തു വെച്ചു ഇസൻ്റ് ഇറ്റ്. സോ ഡെഫിനറ്റ്ലി അത് താഴേക്ക് എത്തി, വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് എത്തി. നമ്മൾ ഈ ബ്രിക്ക് എടുത്ത് മാറ്റി ഇമ്മീഡിയറ്റ്ലി അത് എന്ത് ചെയ്യുന്നു, തിരിച്ചങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നോക്കൂ, ഇത് നമ്മൾ എടുത്തു വെച്ചു, വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് എത്തി ഇസൻ്റ് ഇറ്റ്. വെനോർ വി ടേക്ക് ഇറ്റ് ബാക്ക്, വളരെ പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ഒറിജിനൽ അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, വാട്ട് ഐ ആം ഡൂയിങ് ഇൻ ദ നെക്സ്റ്റ് കേസ്, സീ ടു ദാറ്റ്. ഈ ഹോളോ ബ്രിക്സിനെ ഞാൻ എന്ത് ചെയ്യാണ്, പൊടിച്ച് മണ്ണാക്കുകയാണ്. സോ നെക്സ്റ്റ് കേസ് വാട്ട് ഐ ആം ഡൂയിങ്, ഈ ഓരോ ഹോളോ ബ്രിക്സിനെ നമ്മൾ പൊടിയാക്കി മാറ്റുകയാണ്. അങ്ങനെ പൊടിയാക്കി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇങ്ങോട്ടേക്ക് വയ്ക്കാം. സോ നെക്സ്റ്റ് കേസ്, അപ്പോൾ ആദ്യം ഞാൻ കാണിച്ച ആരുടെ കേസാണ് എൻ്റെ കുട്ടികളെ, ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. രണ്ടാമത് നിങ്ങൾ നോക്കൂ, അയാളെ ഞാൻ പൊടിച്ച് മണ്ണാക്കി, എന്നിട്ട് ആ മണ്ണെല്ലാം കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്തു, താഴേക്ക് എത്തി. ഓക്കെ, ഇനി വാട്ട് ഐ എം ഡൂയിങ് ദെയർ, ഓരോരോ മൺതരികൾ ഇങ്ങനെ എടുത്തു മാറ്റുകയാണ്. അപ്പോൾ ഓരോരോ മൺതരികൾ എടുത്തു മാറ്റുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കറിയാം, വളരെ പതുക്കെ ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ ഒറിജിനൽ സ്ഥലത്തേക്ക് എത്തിപ്പെടും. നോക്കൂ, ഇതാണ് ഒരു റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും തമ്മിലുള്ള വ്യത്യാസം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു. നിങ്ങൾ കണ്ടു ആദ്യത്തെ കേസ്. സോ ഡെഫിനറ്റ്ലി യു ആർ ഫെമിലിയർ വിത്ത് ദ ഫസ്റ്റ് കേസ്. ഫസ്റ്റ് കേസിൽ നമ്മൾ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇസൻ്റ് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്തു, ഈ ഹോളോ ബ്രിക്ക് എടുത്ത് ഇവിടെ വെച്ചു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇതെന്ത് ചെയ്തു, താഴേക്ക് അങ്ങ് വന്നു. ഓക്കെ, ഇറ്റ് വാസ് എ റാപ്പിഡ് പ്രോസസ് ഇസൻ്റ് ഇറ്റ്. എന്നാൽ നമ്മൾ രണ്ടാമത്തെ കേസിലേക്ക് വരികയാണ്. ഇൻ ദ സെക്കൻഡ് കേസ് യു ക്യാൻ സീ ദാറ്റ് വാട്ട് ഹാപ്പൻഡ് ദേർ. നോക്കൂ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ മൺ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുക, നമ്മളെടുത്ത് മാറ്റുകയാണ്. അങ്ങനെ മാറ്റുമ്പോൾ വളരെ പതുക്കെയാണ് അത് മുകളിലേക്കും പതുക്കെയാണ് താഴേക്കും വരുന്നത്. സോ ആദ്യത്തെ പ്രോസസ്സിനെ, ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേര് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും, രണ്ടാമത്തെ പ്രോസസ്സ് നോക്കൂ, നമ്മൾ രാവിലെ മുതൽ എന്ത് ചെയ്യുക, ഈ പാർട്ടിക്കിൾ ഇങ്ങനെ പറക്കാൻ തുടങ്ങുകയാണ്. സോ ഡെഫിനറ്റ്ലി ഓരോ പാർട്ടിക്കിളും പറക്കി എടുത്ത് മാറ്റുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇറ്റ് കം ടു ഇറ്റ്സ് ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് ഇത് വന്നെത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റിവേഴ്സിബിൾ എന്നും ഇറിവേഴ്സിബിൾ എന്നും പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും എന്താണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us ഡിഫറൻഷിയേറ്റ് ദീസ് ടു. നമുക്ക് ഇവർ രണ്ടുപേരെയും ഒന്ന് differentiate ചെയ്യാം. So let me write here, first of all we have a reversible process. So here we have a reversible process and the next we have a irreversible process. അപ്പോൾ രണ്ടാമത്തേത് നമുക്കുള്ളത് irreversible process. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തെ വ്യത്യാസം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും isn't it? അതായത് നമ്മൾ ആ ഇഷ്ടിക വെച്ചപ്പോൾ ഇസൻ്റ് ഇറ്റ്, ആ ഒരു ഹോളോ ബ്രിക്ക് അതിൻ്റെ മുകളിൽ വെച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അത് താഴേക്ക് വന്നു ഇസൻ്റ് ഇറ്റ്. ഓക്കെ, സോ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് വളരെ പെട്ടെന്ന് എത്തി. അപ്പോൾ അതൊരു ഫാസ്റ്റ് പ്രോസസ്സാണ്. എന്നാൽ നമ്മൾ ഈ ഹോളോ ബ്രിക്ക് പൊടിച്ച് മണ്ണാക്കിയിട്ട് ആ മണ്ണിൽ നിന്ന് ഓരോ തരികൾ പറക്കി മാറ്റുകയാണെങ്കിൽ അത് തിരിച്ചു വരുന്നതും ഇസൻ്റ് ഇറ്റ്, അത് വളരെ സ്ലോ ആയിട്ടാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ് നമ്മൾ ഓർക്കേണ്ടത്. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. വെറസ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഈ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സിൻ്റെ മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ
ഓരോ തരികളിങ്ങനെ എടുത്തു മാറ്റുന്ന ആ ഒരു ഡിഫറെൻ്റ് സ്റ്റെപ്സിൽ നമ്മളിപ്പോൾ എത്ര തരികളിങ്ങനെ എടുത്തു മാറ്റുന്നുണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് തരികളിങ്ങനെ എടുത്തു മാറ്റണം. അപ്പോൾ ഈ പിസ്റ്റൺ ആ ഒരു ഇനിഷ്യൽ സ്റ്റെപ്പിലേക്ക് എത്തുന്നത് എന്താണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിലൂടെയാണ് റിവേഴ്സിബിൾ ആകുമ്പോൾ. കാരണം നമ്മൾ ഒരു തരി പറക്കണം, വീണ്ടും ഒരു തരി പറക്കണം, അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ടൈംസ് നമ്മളിത് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിൻ്റെ ഇനിഷ്യൽ സ്റ്റെപ്പിൽ എത്തത്തുള്ളൂ. പക്ഷേ ഇറിവേഴ്സിബിൾ ഈ ഒരു പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഹോളോ ബ്രിക്ക് എടുത്ത് വയ്ക്കുക, ഇമ്മീഡിയറ്റ് താഴെ എത്തി, ഹോളോ ബ്രിക്സ് എടുക്കുക, ഇമ്മീഡിയറ്റ് മുകളിലെത്തി. Am I right? So it happens in finite number of steps, or it happens in one step, or it happens in a fixed number of steps. ബട്ട് റിവേഴ്സിബിൾ അങ്ങനല്ല, നമ്മളിങ്ങനെ ഓരോ തരികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിലാണ് നടക്കുന്നത്. ഓക്കെ, സോ വാട്ട് ദ നെക്സ്റ്റ് പോയിന്റ്, റിവേഴ്സിബിൾ പ്രോസസ് ഹാപ്പൻസ് ഇൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. So it happens in infinite number of steps. Infinite number of steps. And what about irreversible process? It happens in a one step or two step or finite number of steps. Okay, so here we can use it happens in finite number of steps. Finite number of steps. ഈ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ മൊമെൻറ്റിലും ദാറ്റ് വിൽ ബി ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്. ഓക്കെ, സോ റിവേഴ്സിബിൾ പ്രോസസ് വിൽ ബി ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓഫ് നമ്മുടെ ആക്ഷൻ. നമ്മൾ നടത്തുന്ന ഓരോ തരികൾ എടുക്കുമ്പോഴും അവരെന്തായിരിക്കും, അത് ഇക്വിലിബ്രിയം വിത്ത് സറൗണ്ടിങ് ആയിരിക്കും. എന്നാൽ നമ്മൾ നടത്തിയ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഹോളോ ബ്രിക്ക് വെക്കുന്ന കേസ്, ഇസന്റ് ഇറ്റ്, പെട്ടെന്ന് തന്നെ പോയി പെട്ടെന്ന് തന്നെ എത്തി. അപ്പോൾ അവസാനവും ആദ്യവും മാത്രമാണ് അത് ഇക്വിലിബ്രിയത്തിൽ വരിക. അതായത് അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലും ഇനിഷ്യൽ സ്റ്റെപ്പിൽ മാത്രമേ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ഇക്വിലിബ്രിയം വിത്ത് സറൗണ്ടിങ് ആയിട്ടുള്ളൂ. പക്ഷേ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് അങ്ങനെയല്ല. റിവേഴ്സിബിൾ പ്രോസസ്സ് എല്ലായ്പ്പോഴും അതിൻ്റെ സറൗണ്ടിങ്ങുമായിട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്, ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്. In equilibrium with its surrounding, with its surrounding, with its surrounding in all steps. എല്ലാ സ്റ്റെപ്പിലും അയാൾ സറൗണ്ടിങ്ങുമായിട്ട് എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. എന്നാൽ അപ്പുറത്തെ കേസിൽ അങ്ങനെയല്ല, isn't it? So that will be in equilibrium with the surrounding only in the initial phase and the initial step and the last step. So equilibrium with its surrounding, equilibrium with its surrounding, surrounding only in initial step, only in initial and final step. ഓൺലി ഇൻ ഇനിഷ്യൽ സ്റ്റെപ്പ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. സോ നോക്കുക എന്തൊക്കെയാണ് റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ നോക്കൂ. ഒന്നാമത് നമ്മൾ കണ്ടു കഴിഞ്ഞു, നടന്നത് വളരെ സ്ലോ ആയിട്ടാണ്, ഇസന്റ് ഇറ്റ്. ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഓരോ സ്റ്റെപ്പിലും അതെന്തായിരിക്കും, ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ് ആയിരിക്കും. അണ്ടർ ഓൾ എല്ലാ സ്റ്റെപ്സിലും എന്ത് തന്നെയായിരിക്കും, ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുമ്പോൾ, ശരിക്കും ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് റിയലി അങ്ങനെ ഒരു കണ്ടീഷൻ എന്താണ്, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ഇറ്റ്സ് എൻ ഇമാജിനറി വൺ. നമ്മൾ നടക്കുന്ന നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള എല്ലാ ഫിനോമിനൻസ് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഇറിവേഴ്സിബിൾ. സോ നമ്മൾ നോക്കുന്ന എല്ലാ നാച്ചുറൽ പ്രോസസ്സും എന്താണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. Okay, but what about this reversible process? Reversible process are imaginary. That is another important point. So what about reversible process? Reversible process are imaginary. So this is imaginary, isn't it? What about this real process? Or even we can say that all natural process are irreversible. All natural process are irreversible, isn't it? ഇനി അടുത്ത് നമ്മൾ പറയേണ്ടത് നോക്കൂ, അതായത് നമ്മൾ ഒരു സൈക്കിൾ പമ്പ് എടുത്തിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് കാറ്റടിക്കുകയാണ്. അങ്ങനെ കാറ്റടിക്കുമ്പോൾ ആ സൈക്കിൾ പമ്പിൻ്റെ വശങ്ങൾ എന്ത് ചെയ്യുകയാണ്, ചൂടാവുകയാണ്. അപ്പം നമ്മൾ ഈ വളരെ ശക്തിയായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, മുകളിലേക്കും താഴേക്കും വയ്ക്കുമ്പോൾ
അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് നമ്മൾ കൊടുക്കുന്ന കുറച്ച് വർക്ക് അവിടെ ഹീറ്റായിട്ട് നഷ്ടപ്പെടുകയാണ്. എവിടെ? ഇറിവേഴ്സിബിൾ. എന്നാൽ റിവേഴ്സിബിളിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈക്കിൾ പമ്പ് വളരെ പതുക്കെ താഴെ കൊണ്ടുപോവുകയാണ്. അവിടെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇറിവേഴ്സിബിളിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന ആ എനർജി എന്ന് പറയുന്നത് കുറച്ച് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഹീറ്റ് ലോസ് ആയിട്ട് അവിടെ പോകുന്നു. എന്നാൽ റിവേഴ്സിബിളിൻ്റെ കേസിൽ ഹീറ്റ് ലോസ് ഇല്ല. അതുകൊണ്ട് വർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ കേസ് ഓഫ് എ റിവേഴ്സിബിൾ പ്രോസസ് ഇസ് മാക്സിമം. So work obtained is maximum in reversible process. So we have work obtained is maximum. Work obtained is maximum in reversible process because no loss of heat, no loss of energy. But in the case of irreversible process, there is loss of energy in the form of heat, isn't it? So what will happen to the work obtained from there? Work will be little bit less. So work is less. Work is less. Work is less, isn't it, than the reversible one. And one point actually we have written already here. This is reversible at any point of time, but this is irreversible. Okay, so try to understand all of you once again what is reversible and irreversible process, isn't it? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നമ്മളൊരു പിസ്റ്റൺ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ എടുത്തു. ആ സിലിണ്ടറിൽ നമ്മൾ ഒരു ഹോളോ ബ്രിക്ക് വെക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ താഴേക്കെത്തുന്നു. ആ ഹോളോ ബ്രിക്ക് എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക്. ഓക്കെ, ആൻഡ് യു നോ വാട്ട് ഈസ് ഇൻ ദ കേസ് ഓഫ് റിവേഴ്സിബിൾ പ്രോസസ്? അതേ സിലിണ്ടർ, അതേ പിസ്റ്റൺ, ആ പിസ്റ്റൻ്റെ മുകളിൽ നമ്മൾ ഹോളോ ബ്രിക്സിന് പകരം ഓരോ തരി മണ്ണ് നിറയ്ക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? വളരെ പതുക്കെ 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 അത് താഴേക്കെത്തുന്നു. പിന്നീട് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ തരികൾ എടുത്ത് മാറ്റുന്നു. സോ ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ വെരി വെരി സ്ലോലി. So what is the important point of difference between reversible and irreversible process? Reversible process are slow process. It happens in infinite number of steps. Okay, and next at any point you can see that it is in equilibrium with its surrounding. And what's the next point? It's an imaginary one. What is last point? Work obtained is maximum. And I have told you why work obtained is maximum, because there is no loss of energy in the form of heat. But whenever we are coming to the case of irreversible, this is happen very fast. Okay, and this happens in finite number of steps, maybe in one step, maybe in two steps. Okay, but not infinite number of steps. And next, it is in equilibrium with its surrounding. Not always, but only on the initial and the final state. നോക്കൂ, നമ്മൾ ബ്രിക്ക് വെച്ച് അത് താഴേക്ക് പോകുന്ന ആ മൊമെൻറ്റിൽ ഒരിക്കലും ഇക്വിലിബ്രിയം അല്ല. താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ നമ്മൾ ഈ ബ്രിക്ക് തിരിച്ചെടുക്കുന്നു, ഇസ്ന്റ് ഇറ്റ്? പെട്ടെന്ന് അത് മുകളിലേക്ക് വരികയാണ്. മുകളിലേക്ക് വരുന്ന സമയത്ത് അത് ഇക്വിലിബ്രിയത്തിലല്ല, പക്ഷേ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. Okay, now listen, it's most of the naturally occurring process, isn't it? Naturally occurring process are example for irreversible. Okay, now we have a last one. Work obtained is less. Why we get less work? Definitely you know that whenever we are doing this irreversible process, there is loss of energy in the form of heat. Okay, so I hope that all of you understood what's the difference between reversible process and irreversible process. Okay, അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷനിലേക്ക് തിരിച്ചു വരണം. കാരണം അവിടെ നമ്മൾ രണ്ട് തരത്തിലുള്ള വർക്കിനെയാണ് കണ്ടത്. ഒന്ന് റിവേഴ്സിബിൾ വർക്ക് അല്ലേ, മറ്റൊന്ന് നിങ്ങൾക്കറിയാവുന്ന ഇറിവേഴ്സിബിൾ വർക്ക്. അപ്പോൾ ഇത് രണ്ടും നമ്മളവിടെ കണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവരുടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, സീ ഇൻ ദ കേസ് ഓഫ് ഇറിവേഴ്സിബിൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്ലോട്ട് എ ഗ്രാഫ് ഇൻ ദ കേസ് ഓഫ് ഇറിവേഴ്സിബിൾ. But in the case of reversible, it is easy to plot a graph because each moment we are getting the pressure and volume. But in the case of irreversible, we are able to get only the final and initial volume. Okay, so that it is not possible to draw a graph in that case. So try to understand. Anyway, now we are coming straight to work done expression derivation. Okay, അപ്പോൾ നമുക്ക് വർക്കിൻ്റെ എക്സ്പ്രഷനിലേക്ക് വരാം. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അറിയാം, നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രോസസ്സ് ഉണ്ട്. റിവേഴ്സിബിൾ പ്രോസസ്സ്, അറ്റ് ദ സെയിം ടൈം വി ഹാവ് എ ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ആൻഡ് റൈറ്റ് നൗ നമ്മളിവിടെ ഒരു ഇറിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഡണ്ണിൻ്റെ ഡെറിവേഷനിലേക്കാണ് പോകുന്നത്.
So irreversible isothermal expansion. നോക്കൂ, ഇവിടെ നമ്മളുടെ piston initially you can see that, so when cylinder is there and in this cylinder we have a gas, let's say that 1 mole of an ideal gas. So we have a 1 mole of an ideal gas. So here 1 mole ideal gas is kept. 1 mole ideal gas is kept. അപ്പോൾ ഇതൊരു സിലിണ്ടർ ആണ്. അപ്പോൾ ഈ സിലിണ്ടറിന് ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. തീർച്ചയായിട്ടും ഇതിനുള്ളിൽ ഗ്യാസ് ഉണ്ട്. ഗ്യാസിൻ്റെ ഒരു പ്രഷർ ഉണ്ടാകും. ലെറ്റ്സ് സേ ദാറ്റ് പ്രഷർ P1 ആൻഡ് വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഇസ് V1. ഓക്കെ, ആൻഡ് നൗ വി ആർ അപ്ലൈയിങ് സം പ്രഷർ. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഒരു പുറത്തൊരു എക്സ്റ്റേണൽ പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. So when we apply more external pressure, definitely നമ്മുടെ piston താഴേക്ക് വരുന്നു. അപ്പോൾ ഇനിഷ്യലി ഉണ്ടായിരുന്നത് ഇവിടെയാണ്. ഓക്കെ, ദിസ് ഈസ് V initial and right now piston താഴേക്ക് എത്തി. So we have a volume final. So piston താഴേക്ക് വന്നു. അപ്പോൾ ചെറിയൊരു ചേഞ്ച് അവിടെ നിങ്ങൾക്ക് കാണാം. See what is the change here? It is a small change in length dx. അപ്പോൾ പിസ്റ്റൺ താന്നു. എത്ര താന്നു? dx താന്നു, isn't it? ആൻഡ് ഈ പിസ്റ്റൻ്റെ ഇവിടുത്തെ ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് A. സോ ഐ ക്യാൻ റൈറ്റ് ദെയർ A ഈക്വൽസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ വി ഹാവ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് A? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ അതാണ് നമ്മളുടെ ഈ സിലിണ്ടറും ഈ പിസ്റ്റണും എടുത്തു വച്ചേക്കുന്നത്. വൺസ് അഗെയിൻ, so we are considering a cylinder fitted with a piston, isn't it? And initially the volume of the gas is V1 and the pressure of the gas is P1 and 1 mole of ideal gas and area of cross section of the cylinder is A. And now we applied some pressure on the piston. We applied some external pressure on the piston, isn't it? So whenever we apply, isn't it, external pressure, more external pressure, then definitely it will undergo compression, isn't it? And as I have told you, compression means in chemistry work done is positive. Is expansion, then work done is negative. So here what happened? Piston താഴേക്ക് വന്നു. എത്ര? dx താഴേക്ക് വന്നു. Now let us calculate what the work we have used for this. Actually ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഇറിവേഴ്സിബിൾ വർക്ക് ഡൺ ആണ്. ഇറിവേഴ്സിബിൾ വർക്ക് ഡൺ ആകുമ്പോൾ നിങ്ങൾക്കറിയാം, ഇനിഷ്യലി ഇവിടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തി, വി ഫൈനലിലേക്ക് എത്തി, പെട്ടെന്ന് തന്നെ അത് താഴേക്ക് എത്തി. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്നത് സി എത്രത്തോളം താഴേക്ക് വന്നു? dx. ആൻഡ് വി നോ മോർ ഓവർ, വി നോ ഹിയർ P2 is there, similarly we have a V2 is there. Okay, and now we know we have studied the expression for work. You tell me what is the expression for work? We can write there work is equal to, isn't it, force into displacement. So work done equals force into displacement. And how much distance it's moved? dx. So I can write there work done is equal to F into dx. Work done is equal to F into dx. Okay, and you know, you might have studied in the chapter called the states of matter. We have an equation of this kind: pressure P is equal to force by area, or else what we can write from there, force is equal to pressure into area. So I can write there force is equal to pressure into area. So let us substitute this instead of or force. അങ്ങനെ നമ്മൾ അവിടെ സപ്ലൈ ചെയ്താൽ കുട്ടികളെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്: വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ ടു ഏരിയ ഇൻ ടു dx. അപ്പോൾ ഇത് ഏരിയ, ഇത് dx. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം dx എന്ന് പറയുന്നത് ഒരു ലെന്ത് ആണ്. ഏരിയ ഇൻ ടു ലെന്ത്, അഗെയിൻ യു നോ ഇറ്റ് ഈസ് വോളിയം. So we will be having instead of this area into dx, we can write there dv. So what ultimately comes here, work done is equal to P into delta V. Okay, or else see, actually we have work done. See, we are applying external pressure. So the pressure what we use here is P external.
So what we have work done is equal to P external into what comes there, delta V, or else we can write there work done is equal to P external into V2 or V final minus what comes there, V initial. Listen, definitely you can see that ഇവിടെ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ വർക്ക് ഡൺ നിങ്ങൾക്ക് ഇട്ടത് പോസിറ്റീവാണ്. സി പോസിറ്റീവാണ്, കാരണം കംപ്രഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കംപ്രഷൻ മീൻസ് വർക്ക് ഡൺ ഈസ് പോസിറ്റീവ്. So if we talk about expansion, then definitely work done will be negative. So please try to understand if we are talking about compression. So I can write there first case compression. So when we have a compression, then work done is equal to P into P external into delta V. And here you know this value is positive. This value is positive. And suppose if we have a expansion, so in case of expansion what will be getting? So we have a expansion. In case of expansion, W is equal to minus P external into delta V, and you know here we get a negative. Please remember all of you, whenever compression happen we will get a positive work done, and whenever expansion happen you need to check whether you got the final answer as negative. So compulsory we need to write expansion work done as negative. So this in the case of irreversible process. Okay, so in irreversible process we will be able to see only the initial and final condition. So we have written here final and initial. But now we know we have one more case. What is that? Reversible isothermal expression. So let us, so what is the answer here in this case? So definitely we can see that we have a W equals minus P external into delta V. Once again, നോക്കൂ, നമ്മൾ സംസാരിച്ചത് ആരെക്കുറിച്ചിട്ടാണ്? ഇറിവേഴ്സിബിൾ ഐസോതെർമൽ compression or expansion. Okay, now see to that we have a piston, we have a cylinder fitted with a piston. Okay, and it contains 1 mole of an ideal gas with initial pressure P1 and final initial volume V1, and area of cross section of the cylinder is A. Now we applied an external pressure so that cylinder undergoes compression. So we got the new pressure as P2 and new volume as V2. Okay, so definitely for this compression some work need to be done. What is the work need to be done? Work is equal to force into distance, isn't it? And here the distance is dx. So we have work is equal to F into dx. Okay, അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ എഴുതിയത് പോസിറ്റീവ് ആണ്. കാരണം എന്തുകൊണ്ട് പോസിറ്റീവ് എന്ന് ചോദിച്ചാൽ അത് കംപ്രഷൻ ആണ്, isn't it? Next we have F into PA. Okay, F is equal to PA. So definitely you know അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം, എഫിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we have done there work is equal to P into A into dx. So we have got P into delta V. So we have got P into delta V. So work done is equal to P external into delta V. So P external into delta V. So we got the final expression. നോക്കൂ, അപ്പോൾ ഞാനിവിടെ എക്സ്പാൻഷൻ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് സൈൻ ആയിരിക്കും, കംപ്രഷൻ ആണെങ്കിൽ അത് പോസിറ്റീവ് സൈൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ആരുടെ കേസ്? Isothermal irreversible work done. Now let's see what about the expression for a reversible work done. See, what's the problem with the reversible work done? You are familiar with, because reversible work done happens in infinitesimal number of, like what we say, infinite number of steps. ഒരു സ്റ്റെപ്പിലല്ല. നിങ്ങൾക്കറിയാം റിവേഴ്സിബിൾ ആ ഒരു റിയാക്ഷൻ്റെ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിലാണ് നടക്കുക. അപ്പോൾ ഓരോരോ സ്റ്റെപ്പിലുണ്ടാകുന്ന വർക്ക് നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരം ആഡ് ചെയ്ത്, ഇത് നമുക്കറിയാം റിവേഴ്സിബിൾ ആണ്, ഇതൊരു സ്റ്റെപ്പിലാണ് നടക്കുന്നത്. എന്നാൽ ഇറിവേഴ്സിബിൾ ഇറ്റ് ഹാപ്പൻസ് ഇൻ എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലുള്ള വർക്ക് നമ്മൾ കൂട്ടി 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 വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റിവേഴ്സിബിളിൻ്റെ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് കാണേണ്ടത് ആരെക്കുറിച്ചിട്ടാണ്? ഐസോതെർമൽ റിവേഴ്സിബിൾ വർക്ക് ഡണ്ണിനെ കുറിച്ചിട്ടാണ്. Okay, let's see in case of isothermal reversible process. See, you know, in isothermal reversible process, ഇവിടെ നമ്മുടെ പിസ്റ്റൺ താഴേക്ക് വരുന്നത് ഇമ്മീഡിയറ്റ്ലി താഴേക്ക് വരികയല്ല, ഓരോ സ്റ്റെപ്പും എന്താണ്, ഇങ്ങനെ ഓരോ പോയിന്റും ടച്ച് ചെയ്താണ് വരുന്നത്.
അപ്പോൾ ഇവിടം വരെ എത്താൻ ഇതെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓരോ ചെറിയ സ്റ്റെപ്പിലും ഉള്ള വർക്ക് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. വി ക്യാൻ റൈറ്റ് ഓർ എക്സ്പ്രഷൻ earlier dw is equal to minus p external, okay, into delta v. See, we have studied this expression. അപ്പോൾ ഇവിടെ നമ്മൾ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ്. പക്ഷേ നമുക്കറിയാം ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അറ്റ് എനി മൊമെൻ്റ് ഓഫ് ടൈം പുറത്തുള്ള കണ്ടീഷനും അകത്തുള്ള കണ്ടീഷനും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ദ പോയിന്റ് യു നീഡ് ടു ടേക്ക്. നോക്കൂ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കേസും അകത്തുള്ള കേസും ഏകദേശം ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, നൗ ഇപ്പോൾ കംപ്രഷൻ നടക്കുകയാണെങ്കിൽ പുറത്തുള്ളത് ചെറുതായിട്ടൊന്ന് കൂടുതലായിരിക്കും. ഓക്കെ, ബട്ട് ഓൾമോസ്റ്റ് ദേ വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഇൻസൈഡ് പ്രഷറായിട്ട് നമുക്ക് അവിടെ ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വാട്ട് വി ഗെറ്റ് ദ നെക്സ്റ്റ് പോയിന്റ്, സി മൈനസ് ഞാൻ എഴുതി. മൈനസിൻ്റെ അർത്ഥം തീർച്ചയായും നിങ്ങൾക്കറിയാം എക്സ്പാൻഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ കംപ്രഷനെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ ജസ്റ്റ് forget about minus is not required. Just will write P external into dV. This is what we have. Okay, ഇത് ആർക്ക് വേണ്ടിയുള്ള ഇക്വേഷൻ ഔട്ടിയുള്ള this is for compression. This is for compression. And now if we talk about expansion, what will be that? Okay, for expansion what I can write, dW will be equals P external into what comes dV. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാ മൈനസ് എക്സ്പാൻഷൻ ആകുമ്പോൾ മൈനസ് ഉണ്ടാവും. സോ മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി. കുട്ടികൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രോസസ്സ് നടക്കുന്നത് ചെറുതായിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലുള്ള വർക്ക് ചെറിയ വർക്കാണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി എടുത്താൽ മാത്രമേ ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് കിട്ടുകയുള്ളൂ. Got it? So what is total work done? See, I can write there the total work done is equal to, total work done will be equals sigma of all these dW. Sigma means summing up of all these small works together. Summing up of this work, ചെറിയ വർക്കുകളെ ഒരുമിച്ച് ചേർത്ത് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന മാത്തമാറ്റിക്കൽ മെത്തഡാണ് ഇൻറ്റഗ്രേഷൻ. സോ ഇൻസ്റ്റെഡ് ഓഫ് സമ്മിങ് അപ്പ് all the things for infinity is not possible. So what we'll do there, we'll do the process of integration. Okay, so to find the total work, to find the sigma of dW, we are integrating this. So we are integrating to find the total work over here. So we can write work is equal to, isn't it, integral between V1 to V2. Okay, so what we have minus P internal into delta V. Then you may ask, sir, why you wrote earlier P external, but right now you wrote P internal? Why you wrote? Because you know, I have told you റിവേഴ്സിബിൾ പ്രോസസ്സിൽ രണ്ടുപേരും ബാലൻസിലാണ്. അകത്തുള്ള പ്രഷറും പുറത്തുള്ള പ്രഷറും ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് എനിക്ക് പി എക്സ്റ്റേണലിന് പകരം എന്തു ഇക്വേറ്റ് ചെയ്യാം, പി ഇൻറ്റേണലും ഇക്വേറ്റ് ചെയ്യാം. സോ പി ഇൻറ്റേണൽ അകത്തുള്ളത് ആരാ, ഗ്യാസ് അല്ലേ. യു സ്റ്റഡീഡ് ഫോർ an ideal gas PV equals nRT. So I can use that equation. You know, we have studied PV equals nRT. If it is like that, P is equal to what will come there, nRT by V. Okay, we are taking that equation. We are coming here and now let's see how we can do this. Total work done is equal to, total work done is equal to minus minus integral V1 to V2 P internal into dV. P internal into dV. And what's the next point? Instead of this P internal, we need to write nRT by V.
നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എൻ ആർ ടി ബൈ വി ഇവിടെ ആഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ സോ വാട്ട് യു ഗെറ്റ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ v1 to v2, isn't it? What is P internal? nRT by V. So I am writing nRT by V into dV. Okay. So n number of mole ആണ്, that is constant. R universal gas constant, that is constant. T that also constant. So what we can do there, constant integration അത് തന്നെയാണ്. So that we will take it out. So what you get, W is equal to minus nRT, okay, integral v1 to v2 1 by v into dv. കുട്ടികളെ ഈ 1 by v into dv എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രേഷൻ ഫോമാണ്. ഓക്കെ, യു നോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഇൻ്റഗ്രേഷൻ ഫോമാണ് ആരെന്ന് പറയുന്നത് 1 by v into dv. ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ഫോം എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം വി എന്നാണ്, എൽ എൻ വി എന്നാണ്. സോ ഐ എം റൈറ്റിംഗ് ദാറ്റ് ഓൺ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ ഓൾറെഡി ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടാവും, ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഷോർട്ട്ലി പഠിക്കുന്നതായിരിക്കും. സോ തൽക്കാലം യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇതിനെ ഞാൻ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ഫോമിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ ഐ ആം ട്രാൻസ്ഫോമിംഗ് ഇൻ ടു ദ നെക്സ്റ്റ് വേർഡ്. സോ വി ഹാവ് W is equal to minus nRT natural logarithm ln between the limit v1 to v2. ഓക്കെ, നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത് 2.303 ലോഗരിതം ടു ദ ബേസ് 10 ആണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാം. സോ ഫൈനലി ഐ ക്യാൻ റൈറ്റ് ഹിയർ W is equal to minus nRT ln v2 divided by v1. So we got W is equal to minus nRT ln v2 by v1. And I have told you natural logarithm means 2.303 to the base log 10. അങ്ങനെയാണെങ്കിൽ I can write here final equation W is equal to minus 2.303 nRT. Okay, so what next, log v2 divided by v1. So this is the expression for isothermal work done, isothermal reversible expansion work done expression ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി കംപ്രഷൻ ആണെങ്കിൽ ഇവിടെ മൈനസ് വരില്ല, പകരം എന്തായിരിക്കും ഇവിടെ പ്ലസ് ആയിരിക്കും. ഓക്കെ, സോ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, isn't it? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഐസോതെർമൽ റിവേഴ്സിബിളിൻ്റെ കേസാണ് സംസാരിച്ചത്. നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം കംപ്രഷൻ dW equals P external into dV and for expansion dW equals minus P external into dV. നമുക്കറിയാം ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിലാണ്. അപ്പം നമ്മൾ ഈ സ്റ്റെപ്സിൽ ചെറിയ ചെറിയ സ്റ്റെപ്സിൽ വർക്ക് എല്ലാം കൂടെ കൂട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ to get the total work we need to sum up all these small works. That process is called integration. So we are doing integration here. So after integration you can see that finally get the equation W equals minus 2.303 nRT log V2 by V1. And you know, you have studied volume and pressure. We know we are talking about isothermal, isn't it? Under isothermal condition, pressure and volume are inverse related. You studied Boyle's law. As per that, if V2 is here, suppose if substitute by P, then what we can write there? We can write one more equation here. W is equal to minus 2.303 nRT log what comes there? P1 divided by P2. Why we wrote like this? Because you know, at constant temperature, isothermal process. For isothermal process, P inversely related to volume. So that instead of V2, we wrote P1. Instead of V1, we wrote P2. Okay. So hope that you understood these two expressions. See that first of all, we have derived the equation for expansion dW equals minus P external dV. Second equation this. Now this. Now one more case, let me say here itself. See what is the next case to be discussed. Okay, you know, suppose if the external pressure is a 0, means outside we have vacuum. Okay,
piston is here. We have compressed the piston and outside there is no gas. Then what will happen if you leave the piston? Piston will immediately come to up. Means, isn't it? So whenever that piston is coming up, what about the outside pressure? 0. If outside pressure is 0, what will happen with this dW? It will be 0. So if the expansion happens against 0, if the expansion happens against vacuum, isn't it, then the work done is 0. Please note the point, work done against vacuum is 0 because the P external is equal to 0. Please note the point once again, work done against vacuum is 0. Okay, and note down here, see, because P external is equal to 0. So we have studied isothermal, irreversible, isothermal, reversible, work done against vacuum, isn't it? And definitely still we need to see what is the work done for an adiabatic process. But regarding adiabatic process, we can talk after introducing another concept. Okay, for the time being, we are not talking about adiabatic work done, but later we'll come up with that. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. We have seen 3 equations. One is work done equals minus P external into dV, and next is minus 2.303 nRT log V2 by V1. Next is minus 2.303 nRT log P1 by P2. These are the equations what we studied. Okay, and now please mind here, actually this work can be calculated by using graph also. See the graph here, the first graph is here. Okay, and you can see that it's a pressure volume graph. It's a pressure volume graph, isn't it? Now here what happened, see, pressure is constant but volume is changing. Okay, temperature also constant only but volume is changed. So now when the volume changed, anyway we got a P, see, initial volume is here, final volume is here, so we got a line. This is a graph. What graph? PV graph. Now how the work can be calculated? See, work can be calculated by using P external into, see what we studied? We studied P external, yeah, what we studied, P external, okay, into delta V. P external into delta V. So what is P external? See here, P they are given. Okay, so P is given. What is that? This portion. This portion is P. And now delta V. What is delta V? V final minus V initial. This part. So whenever you consider this graph, okay, here we have a length and here we have breadth, isn't it? So that will give you the area under this graph. So pressure volume work can be find out by finding the area under this pressure volume graph. Okay, so if നമ്മളെ കയ്യിൽ എന്ത് ചെയ്യുക, ഒരു പ്രഷർ വോളിയം ഗ്രാഫ് തന്നിരിക്കുകയാണ്. അപ്പോൾ ആ പ്രഷർ വോളിയം ഗ്രാഫ് തന്നിട്ട് നമ്മളോട് വർക്ക് ഡൺ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇക്വേഷൻ നമുക്കറിയാം, പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്നാണ്. ഈ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസ് ആണ്. സോ ഹിയർ എക്സ് ആക്സിസ് ആൻഡ് ഇവിടുത്തെ ഈ ഡിഫറൻസ് വോളിയം തമ്മിൽ ഡിഫറൻസ് അതെന്താണ്? വൈ ആക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ അല്ലെങ്കിൽ ഈ ആക്സിസ് ഇൻറ്റു ഈ ആക്സിസ്, ഇവിടുത്തെ ബ്രെഡ്ത്ത് ഇൻറ്റു ഇവിടുത്തെ ലെന്ത് അതെന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. സോ റിമെമ്പർ, ഒരു പ്രഷർ വോളിയം ഗ്രാഫ് തന്നാൽ ഓക്കെ, അതിൻ്റെ താഴെയുള്ള ഏരിയ വിൽ ഗീവ് യു ദി ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, അവരൊരു ഗ്രാഫ് തരാം. അപ്പോൾ ആ ഗ്രാഫ് തന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ വർക്ക് ഡൺ ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്താ കുട്ടികൾ ചെയ്യേണ്ടത്? അതിന് താഴെയുള്ള ഏരിയ കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ കാണാൻ എളുപ്പമാണ്, കാരണം ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ. ബട്ട് ഈ കേസ് നോക്കൂ, ഈ കേസിൽ നമ്മുടെ വർക്ക് ഡൺ വേറെ തരത്തിലാണ് വന്നിരിക്കുന്നത്. നോക്കൂ, ഇൻ ദിസ് കേസ് വി ക്യാൻ സീ ദാറ്റ് ഇനിഷ്യൽ പ്രഷർ ഇസ് ഹിയർ, ഓക്കെ, ആൻഡ് ഫൈനൽ പ്രഷർ ഇസ് ദെയർ. ഓക്കെ, ഇനിഷ്യൽ വോളിയം ഇസ് ഹിയർ, ഫൈനൽ വോളിയം ഇസ് ദെയർ. ദെൻ വാട്ട് ടു ഡു? എഗെയിൻ ദിസ് ഇസ് പി വി ഗ്രാഫ് ആണല്ലോ. ആ പി വി ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക.
വാട്ട് ഈസ് ദിസ് ഏരിയ? അപ്പം നമ്മൾ ഏരിയ നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് 2 പാർട്ടുണ്ട്. കാരണം ഒറ്റയടി ഇതിൻ്റെ ഏരിയ കാണാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ പാർട്ട് കാണും. സോ ഈ പാർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു ട്രയാങ്കിളാണ്. ഓക്കെ, ആൻഡ് സിമിലർലി യു ക്യാൻ സീ ദാറ്റ് ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു റെക്ടാങ്കിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ പ്ലസ് വാട്ട് വിൽ കം ദെയർ? ഏരിയ ഓഫ് റെക്ടാങ്കിൾ വിൽ കം ദെയർ, ഇസ്ന്റ് ഇറ്റ്? സോ ഡെഫിനറ്റ്ലി യു പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങളെല്ലാവരും നോക്കുക. ഇതൊരു PV വർക്ക് ഡണ്ണിൻ്റെ ഗ്രാഫാണ്. ഇത്തരത്തിലുള്ള ഗ്രാഫ് തന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇയാളുടെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക? സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഈ ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ വിൽ ഗിവ് യു ദി വർക്ക് ഡൺ. അപ്പോൾ ഇത് റെക്ടാങ്കിൾ ആണ്, അതിൻ്റെ ഏരിയ ആയിരിക്കും അവിടുത്തെ വർക്ക് ഡൺ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ആ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സം ഓഫ് റെക്ടാങ്കിൾ പ്ലസ് സം ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ പ്ലസ് വാട്ട് വിൽ കം ദെയർ? ട്രയാങ്കിളിൻ്റെ ഏരിയ. അത് രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും എന്ത് വരിക? വർക്ക് ഡൺ വരിക. ഓക്കെ ഓൾ ഓഫ് യു? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് പ്രോസസ്സ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സി ഓൺലി 1 സ്റ്റെപ്പ് പ്രോസസ് ഫ്രം ഹിയർ ടു ഹിയർ, ഫ്രം ഹിയർ ടു ഹിയർ. എന്നാൽ സി ദ നെക്സ്റ്റ് ഗ്രാഫ്. ഈ ഗ്രാഫിൽ നമുക്കുള്ളത് ഒരു സ്റ്റെപ്പ് പ്രോസസ് അല്ല. സി ഹിയർ ഇറ്റ് ഈസ് നോട്ട് ദെയർ. 1 മിനിറ്റ്. സി ദ നെക്സ്റ്റ് ഗ്രാഫ്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരിക്കലും ഒരു സ്റ്റെപ്പ് പ്രോസസ് അല്ല കുട്ടികളെ. നിങ്ങൾ നോക്കൂ, ഇത് ശരിക്കും പറഞ്ഞ ഒരു സൈക്ലിക് പ്രോസസ്സാണ് അല്ലേ? നിങ്ങൾ നോക്കൂ, നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തു? ലെറ്റ്സ് സേ എയിൽ സ്റ്റാർട്ട് ചെയ്തു. എന്ന് ബിയിലേക്ക് വന്നു, പിന്ന് സിയിലേക്ക് പോയി, പിന്നെ ഡിയിലേക്ക് പോയി, പിന്നെ എയിലേക്ക് വന്നു. അപ്പോൾ ഇത് നടന്നത് 4 സ്റ്റെപ്പിലായിട്ടാണ്. തീർച്ചയായിട്ടും ഇത് എവിടെ തന്നെ തിരിച്ചെത്തി? എയിൽ തന്നെ തിരിച്ചെത്തി. എയിൽ തന്നെ ഒരാൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ ആ റിയാക്ഷൻസ് നമ്മൾ വിളിച്ച പേര് എന്തായിരുന്നു കുട്ടികളെ? വി കോൾ ഇറ്റ് എ സൈക്ലിക് പ്രോസസ്. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ സൈക്ലിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ സൈക്ലിക് പ്രോസസ് നമ്മൾ എങ്ങനെയാണ് ഇത് എക്സ്പാൻഷനാണ് അല്ലെങ്കിൽ കംപ്രഷനാണെന്ന് മനസ്സിലാക്കുക? നിങ്ങളെല്ലാവരും നോക്കൂ, ഇവിടെയും നമുക്കറിയാം. നോക്കൂ, ഇവിടെ ഒരു തന്നിട്ടുണ്ട് ഒരു സൈക്ലിക് പ്രോസസ്. ഇവിടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ടേക്ക് വരുന്നു അല്ലേ? നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇത് കംപ്രഷനാണോ എക്സ്പാൻഷനാണോ എന്ന്? പ്ലീസ് ട്രൈ ടു ലിസൺ. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ആരോ ആണ് നമ്മൾ നോക്കേണ്ടത്. ആരോ ക്ലോക്ക് വൈസ് ആണെങ്കിൽ സി ക്ലോക്ക് വൈസ് ആരോ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും, എക്സ്പാൻഷൻ ആയിരിക്കും. പ്ലീസ് റിമെമ്പർ ഓൾ ഓഫ് യു, ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും, അത് എക്സ്പാൻഷൻ ആയിരിക്കും. നോക്കൂ, ഇത് കെമിസ്ട്രിയിലാണ്, ഇറ്റ്സ് നോട്ട് ഇൻ ഫിസിക്സ്. ഫിസിക്സിൽ അവർ നേരെ തിരിച്ചു പറയും. ഒരിക്കലും അതാണ് നമ്മളുടെ ഈ ഒരു കൺസെപ്റ്റ് ഫിസിക്സുമായിട്ട് ഒരിക്കലും മിക്സ്ഡ് അപ്പ് ആവരുത്. ഓക്കെ, കാരണം ഐ ഹവ് ടോൾഡ് യു ഓൾറെഡി. കാരണം ഫിസിക്സ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സറൗണ്ടിങ്ങിനാണ്, പക്ഷേ കെമിസ്ട്രി പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് തന്നെയാണ്, എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന് തന്നെയാണ്. ആദ്യം നമുക്ക് നമ്മളെ തന്നെ നോക്കാം, എന്നിട്ട് മറ്റുള്ളവരെ നോക്കാം എന്നാണോ? അങ്ങനെയല്ല, തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ നോക്കണം, ഇസ്ന്റ് ഇറ്റ്? ബട്ട് കെമിസ്ട്രി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആർക്ക് തന്നെയാണ്? സിസ്റ്റത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ബട്ട് ഫിസിക്സ് ടോക്സ് അബൌട്ട് ദ സറൗണ്ടിങ്. ഓക്കെ, ആൻഡ് ട്രൈ ടു ലിസൺ വൺസ് അഗെയിൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ആരോ നമ്മൾ കാണുന്നത് ഇറ്റ്സ് ഇൻ എ ക്ലോക്ക് വൈസ് മാനർ. സോ ഇത് എക്സ്പാൻഷൻ ആണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ടെൽ മീ. It's definitely you can see that it's not clockwise, it is anti-clockwise. Means it is a positive. Positive means it's compression. Okay, അപ്പോൾ നമ്മൾ സംസാരിച്ചു വരുന്നത് ഒരു പ്രഷർ വോളിയം ഗ്രാഫ് തന്നാൽ എങ്ങനെ അയാളുടെ വർക്ക് ഡൺ കാണാം എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ നേരത്തെ നമ്മൾക്ക് കണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സോ ഐ വിൽ ജസ്റ്റ് ഷോ യു വൺസ് അഗൈൻ. നേരത്തെ നമ്മൾ കണ്ട കേസിലേക്ക് ഒന്നുകൂടെ വരാം. നേരത്തെ കണ്ട കേസിൽ നമുക്കൊരൊറ്റ പ്രോസസ്സേ ഉള്ളൂ, ഇതൊരു സൈക്ലിക് അല്ല. അപ്പോൾ ഒരു പ്രോസസ്സേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ താഴെയുള്ള ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതായിരിക്കും വർക്ക് ഡൺ. ഓക്കെ, സോ ഇവിടെയും നിങ്ങൾ കണ്ടു ഒരൊറ്റ പ്രോസസ്സേ ഉള്ളൂ. ഓക്കെ, അവിടെയും നമ്മൾ എന്ത് ചെയ്യുക? അതിന് താഴെയുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് റെക്ടാങ്കിളിൻ്റെ ഏരിയ മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് വെറും റെക്ടാങ്കിളിൻ്റെ ഏരിയ അല്ല കാണേണ്ടത്. കാരണം ഈ ഗ്രാഫ് കിടക്കുന്നത് ചരിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 പാർട്ടായിട്ട് വിഭജിച്ചു. ഈ പാർട്ട്, സോ യു ക്യാൻ സീ ദാറ്റ് ദിസ് പാർട്ട് ഇസ്ന്റ് ഇറ്റ്? ഈ പാർട്ടിൽ നമുക്കൊരു റെക്ടാങ്കിൾ കിട്ടി, മുകളിൽ നമുക്ക് എന്താണ് ട്രയാങ്കിൾ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും എന്താണ് ഏരിയ കണ്ടിട്ട് അത് സമ്മ് ചെയ്യുക. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരിക്കലും എന്തല്ല, ഒരു പ്രോസസ്സ് അല്ല. ആൻഡ് ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ എ സൈക്ലിക് പ്രോസസ്. ഇതെന്താണ് കുട്ടികളെ? ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ് അല്ലേ? സൈക്ലിക് പ്രോസസ്സിൽ
ഇത് എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നോക്കൂ, ഇവിടെ അവർ തന്നിരിക്കുന്ന ആ ആരോസിന്റെ ഡയറക്ഷൻ നോക്കുക. ആരോസ് അവർ തന്നിരിക്കുന്നത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് ദിസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് മാനർ. സോ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. കുട്ടികൾ, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് കംപ്രഷൻ ആണ്, പോസിറ്റീവ് വർക്ക് ആണ്. ഓക്കെ, പോസിറ്റീവ് വർക്ക് ആൻഡ് കംപ്രഷൻ. എന്നാൽ ഇപ്പുറത്ത് നിങ്ങൾ നോക്കുക, ഇതും ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഈ സൈക്ലിക് പ്രോസസ്സിൽ നിങ്ങളുടെ ആരോ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ആരോ ഈസ് ഇൻ ക്ലോക്ക് വൈസ് മാനർ. ആരോ ഇറ്റ്സ് ഇൻ ക്ലോക്ക് വൈസ് മാനർ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എക്സ്പാൻഷൻ. ആൻഡ് നൗ ഇൻ ദിസ് കേസ് നമ്മൾ എങ്ങനെ ഈ ഗ്രാഫ് തന്നാൽ വർക്ക് കണ്ടുപിടിക്കും? കുട്ടികളെ, ഈ കേസിൽ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഓൾ ഓഫ് യു പ്ലീസ് സീ ടു ദാറ്റ്. നേരത്തെ നമ്മൾ കണ്ടത് ഏരിയ അണ്ടർ ദ ഗ്രാഫാണ്. പക്ഷേ ഇവിടെ ഏരിയ ഇൻസൈഡ് ദ സർക്കിൾ. സോ ഈ ഏരിയ നമ്മൾ കാണണം. സോ വി നീഡ് ടു ഫൈൻഡ് ദിസ് ഏരിയ. ഓക്കെ, സൈക്ലിക് പ്രോസസ്സിൽ area inside the circle. So rectangular, you can find it. Okay, you can take this difference, you can take this difference, you can find it. Similarly, whenever we are coming to this case, isn't it? So we have again here a cycle. അപ്പോൾ ഈ സൈക്കിളിൻ്റെ ഉള്ളിൽ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാം, isn't it? ഇതൊരു പെർഫെക്റ്റ് സൈക്കിൾ ആണെങ്കിൽ we have pi r square, isn't it? അതല്ലെങ്കിൽ നമ്മൾ മൈനർ ആക്സിസ് എടുക്കുക, isn't it? Major axis എടുക്കുക. So definitely what will come there? Minor axis, major axis. So this will be major axis and this will be minor axis. Okay, take the half of that. So we'll be having this is x, okay, and here it is y. Then you take, so we'll be having pi into what will come there, y by 2, isn't it? Into what comes there, x by 2. That will be the area of this one. ഓക്കെ, ഏരിയ സർക്കിൾ ആണെങ്കിൽ സർക്കിൾ, എലിപ്സ് ആണെങ്കിൽ എലിപ്സ്. എലിപ്സ് ആകുമ്പോൾ നമുക്കറിയാം രണ്ട് ആക്സ് ഉണ്ടാവും, മേജർ ആക്സ് ഉണ്ടാവും, മൈനർ ആക്സ് ഉണ്ടാവും. ഓക്കെ, സർക്കിൾ ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ആക്സ് വരും. സർക്കിളാണ് വന്നിരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ കാര്യമൊന്നുമില്ല. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഇൻ ദിസ് മാനർ. സി, ഇഫ് എ സർക്കിൾ കംസ്, ഏരിയ വിൽ ബി പൈ ആർ സ്ക്വയർ. ഓക്കെ, ഇഫ് എൻ എലിപ്സ് കംസ്, എലിപ്സ് ആണ് വരുന്നതെങ്കിൽ പൈ ഇൻറ്റു എ ഇൻറ്റു ബി, where A is major axis or minor axis, B is minor axis or major axis. Okay, അപ്പം നോക്കൂ, നമ്മളിവിടെ കണ്ടത് നമുക്ക് പ്രഷർ വോളിയം ഗ്രാഫ് തന്നാൽ എങ്ങനെ അയാളുടെ വർക്ക് കാണും എന്നാണ് നമ്മൾ കണ്ടത്. ഒന്ന്, പ്രോസസ്സ് ഒറ്റ സ്റ്റെപ്പ് ആകാം. പ്രോസസ്സ് ഒറ്റ സ്റ്റെപ്പ് ആണെങ്കിൽ അതിന് താഴെയുള്ള ഏരിയ കാണുക. ഓക്കെ, ഇനി അതല്ല പ്രോസസ്സ് മൾട്ടി സ്റ്റെപ്പ് ആണ്, ഓക്കെ, വൺ എന്നാണ് സൈക്ലിക് ആണ്. സൈക്ലിക് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ, അതിനുള്ളിലെ ഏരിയ കാണണം. Isn't it? So I have shown these two examples. So definitely you will be studying more about these kind of things in physics rather than in chemistry. Okay, so now we need to go ahead with 2 or 3 simple problems. After that we'll go to the next concept called enthalpy. But still you remember, നമുക്ക് എന്താണ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. തീർച്ചയായും നമ്മൾ ആ പ്രോസസ്സിലേക്ക് പിന്നീട് എത്തുന്നതായിരിക്കും.